അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. നിങ്ങൾ കളത്തിൽ ഇറങ്ങിയാലേ നമുക്ക് കളിക്കാനൊരു സുഖമുള്ളൂ. തെളിയിച്ചു പറയടോ. രേണുസുതി, കുരിശുപള്ളി മാതാവേ, ഇവളോ? കിച്ചു നല്ല ഒന്നാം തരം രീതിയിൽ രേണുവിനിട്ട് കൊടുത്തിട്ടുണ്ട്. അയ്യന്റെ മോനെ, തളരരുത് രാമൻകുട്ടി, തളരരുത്. ആ പയ്യനുള്ള വിവരം പോലും നിനക്കില്ലല്ലോ. കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. കിച്ചു വാ തുറന്ന രേണു തീർന്നു. കേൾക്കുമ്പോ ഒരല്പം ക്രൂരമായ കമന്റ് ആണെന്ന് തോന്നിയേക്കും. ബട്ട് ഐ ആം ടെല്ലിംഗ് യു എ ബിറ്റർ ഫാക്ട്. ഇതൊക്കെ എന്ത് കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. അവന് കൊടുത്ത വീടല്ലേ, അപ്പൊ അവന് നന്ദി കാണിക്കണം. അവൻ സംസാരിക്കുന്നതിന് മിണ്ടുന്നുണ്ടെന്ന് ഉണ്ട്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അവൻ അവന്റെ അഭിപ്രായം പറയുന്നു, ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു. പിന്നല്ലാതെ വീട് മോശമാണെന്നോ അതും ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്തോ എങ്ങനെ വീട് മോശമാണെന്നോ അതും ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഇതിനകത്ത് മഴ പെയ്യുമ്പത്തേന് എറിച്ചിലടിച്ച് ചോരുന്നുള്ള സത്യമാണ്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഈ ഫിറോസ് ഇക്ക തന്നെയാണ് ഇത്രയും ഇത് വിവാദങ്ങളാക്കിയെന്നാണ് എന്റെ ഇത്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ മോൻ അല്ലാതാവും. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. എന്താ ഉറക്കം വരുന്നു. ഇനി അവിടെ കടന്ന് മെഴുകാതെ ഇരിക്കുന്നതായിരിക്കും രേണുവിനും നല്ലത്. ശവത്തെ കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ആ ബിഷപ്പിന്റെ അടുത്ത് പോയിട്ട് അങ്ങനെ കാലിൽ വീണിട്ട് മാപ്പെങ്കിലും പറയാൻ ശ്രമിക്കണം. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഉളുപ്പില്ലാണ്ട് ആ വീടിനെ മൊത്തം കുറ്റം പറഞ്ഞ് മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണ്. ദാനം കൊടുത്ത എല്ലാ കൈക്ക് തിരിഞ്ഞു കൊത്തി ഉളുപ്പില്ലാതെ വീണ്ടും ആ വീട്ടിനകത്ത് കയറി നിൽക്കുന്നുണ്ടല്ലോ. ഇവിടെ നിന്ന് ഇതിലും വലുത് കേൾക്കേണ്ടി വരും. കം ബാക്ക് തങ്കച്ചേട്ടാ, വി മിസ് യു. എല്ലാവർക്കും എന്നെ മതി. ഞാൻ നിർത്തി ആയിക്കോട്ടെ.